നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഏതോ ഒരു ഘട്ടമെത്തുമ്പോൾ നമ്മുടെ ചിന്തകൾ വരെ സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനത് ശ്രമിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ്. ഞാൻ യോഗയൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ എപ്പോഴൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുമോ, അപ്പോഴൊക്കെ ഈ ചിന്തകൾ വന്ന് എൻ്റെ മനസ്സിലിങ്ങനെ കുത്തി നിറയും. അതാണ് എൻ്റെ അവസ്ഥ. ധ്യാനമെന്നാൽ നമ്മുടെ ഈഗോയൊക്കെ മറികടന്ന്, നമ്മുടെ വളരെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ വറീസും മറ്റു കാര്യങ്ങളെയൊക്കെ മറികടന്ന് വി ബിക്കം സംതിങ് ലാർജർ ദാൻ ourselves. അതാണ് ധ്യാനം. അവിടെ സമയം പോലും കാലം പോലും നിശ്ചലമാകും. എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന ലീപ്പോ എന്ന ചൈനീസ് കവിയുടെ ഒരു കുഞ്ഞു കവിതയിൽ കാണാം, എ മാൻ ഒബ്സർവിങ് എ മൗണ്ടൻ ഇവൻച്വലി ലൂസിങ് ഹിസ് ഈഗോ ആൻഡ് ഹി ബിക്കംസ് വൺ വിത്ത് വാട്ട് ഹി ഈസ് ഒബ്സർവിങ്. ദാറ്റ് ഈസ് ആക്ച്വലി ട്രൂ സീയിങ്. അതാണ് യഥാർത്ഥ കാഴ്ച. അദ്ദേഹം എന്തിനെയാണോ നോക്കി നിൽക്കുന്നത് അതായി മാറുകയാണ്. അതായത് ഹീ വാനിഷസ് കംപ്ലീറ്റ്ലി. സാസൈൻ മെഡിറ്റേഷനെ പറ്റിയാണ് ഈ കവിത സംസാരിക്കുന്നതെങ്കിലും പ്രകൃതിയെ എങ്ങനെ നമ്മൾ നോക്കി കാണണമെന്ന് കൂടി ഈ കവിത നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കവിത: The birds have vanished down the sky. Now the last cloud drains away. We sit together, the mountain and me, until only the mountain remains. ഒടുവിൽ ആ പർവ്വതം മാത്രം ബാക്കിയാവുകയാണ്. അതിനെ നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ ഇല്ല. ടോട്ടലി വാനിഷ് ചെയ്യാണ്. അവിടെ ഈഗോ ഇല്ലാതായി ആ പർവ്വതം മാത്രമായിട്ട് റിമെയിൻ ചെയ്യുന്ന ഒരു മൊമെൻറ്റ്. ദാറ്റ് ഈസ് ട്രൂ മെഡിറ്റേഷൻ. പക്ഷേ ധ്യാനത്തെപ്പറ്റി മാത്രമാണോ ഈ കവിത നമ്മളോട് സംസാരിക്കുന്നത്? ഇറ്റ് ഓൾസോ റിഫ്ലെക്ട്സ് അവർ ബ്രീഫ് സ്റ്റിൻറ്റ് ഹിയർ ഇൻ ദിസ് പ്ലാനറ്റ്. ആ പർവ്വതമായിട്ട് കമ്പയർ ചെയ്യുമ്പം എത്ര ചെറിയ കുറച്ച് നിമിഷങ്ങളിലാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത്, ഈ പ്ലാനറ്റിൽ, ഈ ഭൂമിയിലുള്ളത്, അല്ലേ? അതിനെ ഒബ്സർവ് ചെയ്യുന്ന നമ്മൾ ഒടുവിലില്ലാതാവും. പർവ്വതം പിന്നെയും ബാക്കി നിൽക്കും. The birds have vanished down the sky. Now the last cloud drains away. We sit together, the mountain and me, until only the mountain remains.